എല്ലാവർക്കും സ്വാഗതം. ശബ്ദാർത്ഥ സഹിതവും കാവ്യം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ശബ്ദവും അർത്ഥവും തമ്മിലുള്ള ബന്ധമാണ് എല്ലായിടത്തും ആചാര്യന്മാർ സംസാരിക്കുന്നത്. ധ്വനി സിദ്ധാന്തം സ്ഥാപിച്ച ആനന്ദവർദ്ധനൻ ശബ്ദങ്ങളെ വാചകം, ലക്ഷകം, വ്യഞ്ജകം എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചു. ശബ്ദങ്ങളെ വാചകം, ലക്ഷകം, വ്യഞ്ജകം എന്ന് മൂന്നായി തരംതിരിച്ചു. ഇനി അതിൻ്റെ അർത്ഥം, വാചകത്തിന് അദ്ദേഹം വാച്യം എന്നൊരർത്ഥം പറഞ്ഞു, ലക്ഷകത്തിന് അദ്ദേഹം ലക്ഷ്യം എന്നൊരർത്ഥം പറഞ്ഞു, വ്യഞ്ജകത്തിന് വ്യംഗ്യം എന്നൊരർത്ഥം പറഞ്ഞു. അപ്പോൾ ശബ്ദവും അർത്ഥവുമായി. ഇനി ഈ ശബ്ദത്തിനും അർത്ഥത്തിനും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കാൻ അദ്ദേഹം ചില പദങ്ങൾ ഉപയോഗിച്ചു. ആ പദങ്ങളെയാണ് പൊതുവെ ശബ്ദവ്യാപാരം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൽ വാചകത്തിനെയും വാച്യത്തിനെയും, അതായത് വാചകം എന്ന ശബ്ദത്തെയും വാച്യം എന്ന അർത്ഥത്തെയും ബന്ധിപ്പിക്കുന്ന ശബ്ദവ്യാപാരം അഭിധ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതേസമയം ലക്ഷകം എന്ന ശബ്ദത്തെയും ലക്ഷ്യം എന്ന അർത്ഥത്തെയും ബന്ധിപ്പിക്കുന്ന ശബ്ദവ്യാപാരത്തിനെ ലക്ഷണ എന്നറിയപ്പെടുന്നു. വ്യഞ്ജകം എന്ന ശബ്ദത്തെയും വ്യംഗ്യം എന്ന അർത്ഥത്തെയും ബന്ധിപ്പിക്കുന്ന ശബ്ദവ്യാപാരം വ്യഞ്ജന എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ശബ്ദവ്യാപാരങ്ങൾ 3 തരം. ഒന്ന് അഭിധാ വ്യാപാരം, മറ്റൊന്ന് ലക്ഷണ വ്യാപാരം, മൂന്നാമത്തത് വ്യഞ്ജന വ്യാപാരം. അഭിധാ വ്യാപാരത്തിൽ വാചകവും വാച്യവുമാണ്. വാചകം ശബ്ദവും വാച്യം അർത്ഥവും. ലക്ഷണ വ്യാപാരത്തിൽ ലക്ഷകവും ലക്ഷ്യവുമാണ്. വ്യഞ്ജന വ്യാപാരത്തിൽ വ്യഞ്ജകവും വ്യംഗ്യവുമാണ്. അപ്പോൾ ഇതിലാദ്യം നമുക്ക് അഭിധാ വ്യാപാരങ്ങളെപ്പറ്റി സംസാരിക്കാം. ശബ്ദത്തിൻ്റെ അർത്ഥത്തെ യാതൊരു മറവും കൂടാതെ ബോധിപ്പിക്കുന്നതാണ് അഭിധാവൃത്തി എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അഭിധാ വ്യാപാരം എന്നറിയപ്പെടുന്നത്. അതായത് പ്രത്യേകിച്ച് അത് ലക്ഷ്യാർത്ഥങ്ങളോ വ്യംഗ്യാർത്ഥങ്ങളോ ഒന്നുമില്ല. ശബ്ദത്തിന് എന്താണ് അർത്ഥം കിട്ടുന്നത് ആ അർത്ഥം മാത്രം ധ്വനിപ്പിക്കുന്ന വ്യാപാരങ്ങളെയാണ് അഭിധാ വ്യാപാരങ്ങൾ എന്നറിയപ്പെടുന്നത്. ഈ 4 വിധമുണ്ട്. അഭിധാ വ്യാപാരം 4 വിധമുണ്ട്. രൂഢി, യോഗം അല്ലെങ്കിൽ യൗകികം, യോഗരൂഢി, യൗകിക രൂഢി, ഇങ്ങനെ 4 വിധത്തിൽ അഭിധാ വ്യാപാരമുണ്ട്. രൂഢി, യോഗം, യോഗരൂഢി, യൗകിക രൂഢി, ഇങ്ങനെ 4 അഭിധാ വ്യാപാരമായി പറയാം. അതിൽ രൂഢി എന്ന പദത്തിൻ്റെ പ്രത്യേകത ഒരു ശബ്ദത്തിന് സാങ്കേതികമായ അല്ലെങ്കിൽ പാരമ്പര്യമായ അർത്ഥം തന്നെയാണ്. അതായത് മരം, മല, പാമ്പ് എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് മരം എന്ന് പറയുന്ന സമയത്ത് പ്രത്യേകിച്ച് അർത്ഥവ്യത്യാസമൊന്നും തോന്നേണ്ട കാര്യമില്ല. അതൊരു സാധാരണ മരം, പിന്നെ മല, പാമ്പ്, ഇതെല്ലാം സാധാരണ രൂഢമായി അതുവരെ പ്രചരിച്ചിരുന്ന അതേ അർത്ഥം തന്നെയാണ്, രൂഢമായി പതിഞ്ചരിക്കുന്ന അർത്ഥം തന്നെയാണ് സാധാരണ കിട്ടുന്നത്. അങ്ങനെയുള്ള ശബ്ദങ്ങളെ നമ്മൾ സാധാരണ രൂഢി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഇനി യോഗം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഒരു പദം പറയുന്ന സമയത്ത്, ഒരു വാക്ക് പറയുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരർത്ഥം പെട്ടെന്ന് വരാതെ ആ അർത്ഥം ഗ്രഹിച്ച് അല്ലെങ്കിൽ അപഗ്രഥിച്ച് നിവേദനം നിർവഹിക്കുന്ന ശബ്ദവ്യാപാരത്തിനെയാണ് യോഗം എന്നറിയപ്പെടുന്നത്. ഉദാഹരണം, വേലക്കാരൻ എന്നൊരു പദം കേൾക്കുന്ന സമയത്ത് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ വേല ചെയ്യുന്നവൻ എന്നൊരു അർത്ഥം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ തൊഴിലാളി എന്നൊരു പദം യോഗമാണ്, അത് തൊഴിൽ ആളുന്നവൻ എന്നൊരു അർത്ഥം അവിടെ ഉണ്ട്. ഇനി യോഗരൂഢിയുടെ പ്രത്യേകത, അവിടെ യോഗവും രൂഢിയും ചേർന്ന് വരുന്ന പദങ്ങളുണ്ട്. അതായത് പാരമ്പര്യ അർത്ഥവും പിന്നെ അപഗ്രഥിച്ച് പറയേണ്ട അർത്ഥം അവിടെ ഉണ്ടാവുന്നുണ്ട്. ഉദാഹരണം, കുതിര എന്ന് പറയുന്ന ഒരു വാക്ക് പറയാം. കുതിക്കുന്നത് എന്ന യോഗാർത്ഥം അതുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റ് വേറെ കുതിര എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു രൂഢ്യാർത്ഥവും അവിടെയുണ്ട്. ഇനി യൗകിക രൂഢി എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് രൂഢിയുടെ കൂടെ യോഗരൂഢിയും കൂടെ ചേർന്നതുള്ളതാണ്. രൂഢിയും യോഗരൂഢിയും ചേർന്നാൽ അതിനെ നമുക്ക് യൗകിക രൂഢി എന്ന് പറയും. അതിന് പ്രശസ്തമായ ഒരു ഉദാഹരണം ഉദ്ഭിദ് എന്നൊരു വാക്ക്. ഉദ്ഭിദ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഭൂമിയെ ഉദ്ഭേദനം ചെയ്തു വരുന്ന ചെടി അല്ലെങ്കിൽ കൂൺ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അപ്പോൾ ശബ്ദവ്യാപാരങ്ങൾ 3 തരത്തിലുണ്ടെന്നറിയാം. അഭിധാ വ്യാപാരവും ലക്ഷണയും വ്യഞ്ജനയും ഉണ്ടെന്നറിയാം. അതിൽ അഭിധാ വ്യാപാരം 4 തരത്തിലുണ്ട്. രൂഢിയും
യോഗവും യോഗരൂഢിയും യൗകിക രൂഢിയും. രൂഢിയുടെ പ്രത്യേകത രൂഢമായ അർത്ഥമാണ് അവിടെ ഉള്ളത്. അവിടെ മരം, മല, പാമ്പ് മുതലായ വാക്കുകൾ ഉദാഹരണമായി പറയാം. യോഗത്തിൻ്റെ പ്രത്യേകത അവിടെ അപഗ്രഥിച്ചർത്ഥം പറയേണ്ടതാണ്. വേലക്കാരൻ, തൊഴിലാളി, ആറ്റുവഞ്ചി പോലുള്ള ഉദാഹരണങ്ങൾ പറയാം. യോഗരൂഢിയുടെ പ്രത്യേകത അതിന് യോഗവും രൂഢിയും ചേർന്നാൽ അത് യോഗരൂഢിയായി. അതിന് കുതിര എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ ഉദാഹരണം നമുക്ക് പറയാം. അതുപോലെ യൗകിക രൂഢി എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് രൂഢിയും യോഗരൂഢിയും ചേർന്നാണ്. അതിൽ വളരെ പ്രശസ്തമായ ഉദ്ഭിദ് എന്നൊരു വാക്ക്, കൂൺ എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്ക് അവിടെ പറയാം. ഇനി ഈ അഭിധയായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രത്യേക വാക്ക്, ഉദാഹരണം നമുക്ക് രാവണന്മാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ രാമൻ ശ്രീരാമനാണ്. പക്ഷെ രാമൻ എന്ന് മാത്രം പറഞ്ഞാൽ നമുക്കറിയാം അത് പിന്നെ പരശുരാമനോ ശ്രീരാമനോ അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന രാവണൻ എന്നൊരു വാക്കുകൂടെ ചേർന്ന് വരുന്ന സമയത്ത് രാവണന്മാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ശ്രീരാമൻ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഒരേ ശബ്ദത്തിന് ഒന്നിലധികം അർത്ഥം എല്ലാ ഭാഷയിലും സാധാരണമായി വരുന്നതാണ്. അതിനാൽ സന്ദർഭത്തിന് യോജിച്ച അർത്ഥം നിർണ്ണയിക്കാൻ വേണ്ടി അഭിധയ്ക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള അഭിധയുടെ നിയന്ത്രണങ്ങളെ നമ്മൾ അഭിധാ നിയാമങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചത് അഭിധാ നിയാമങ്ങളെ പറ്റിയാണ്. അഭിധാ നിയാമങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ രാമൻ എന്നൊരു വാക്കിൻ്റെ പ്രത്യേകത പറഞ്ഞു. രാവണൻ എന്നൊരു വാക്ക് കൂടെ ചേർന്നതുകൊണ്ട് നമുക്ക് കൃത്യമായത് മനസ്സിലായി. അതേസമയം രാമൻ എന്ന് മാത്രം പറഞ്ഞാൽ അത് ശ്രീരാമനോ പരശുരാമനോ എന്ന് നമുക്ക്, അല്ലെങ്കിൽ ബലരാമനോ എന്നൊക്കെ നമുക്ക് സംശയങ്ങൾ വരും. അപ്പോൾ ഇങ്ങനെ ഒരു ശബ്ദത്തിന് ഒന്നിലധികം അർത്ഥം എല്ലാ ഭാഷയിലും സാധാരണ വരുന്നുണ്ട്. അതിനാൽ സന്ദർഭത്തിന് യോജിച്ച അർത്ഥം നിർണ്ണയിക്കാൻ വേണ്ടി അഭിധയ്ക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളെയാണ് അഭിധാ നിയാമങ്ങൾ എന്ന് പറയുന്നത്. അത് 13 തരം അഭിധാ നിയാമങ്ങളുണ്ടെന്ന് പറയുന്നു. അതിലൊന്നാമത്തത് സംയോഗം, രണ്ടാമത്തത് വിപ്രയോഗം, 3 സാഹചര്യം, 4 വിരോധിത, 5 അർത്ഥം, 6 പ്രകരണം, 7 ലിംഗം, 8 ചേർച്ച, 9 ഔചിത്യം, 10 സാമർഥ്യം, 11 കാലം, 12 ദേശം, 13 ആംഗ്യം. അങ്ങനെ 13 അഭിധാ നിയാമങ്ങൾ. ആ വാക്കൊന്നുകൂടെ: സംയോഗം, വിപ്രയോഗം, സാഹചര്യം, വിരോധിത, അർത്ഥം, പ്രകരണം, ലിംഗം, ചേർച്ച, ഔചിത്യം, സാമർഥ്യം, കാലം, ദേശം, ആംഗ്യം. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ നരച്ച മുടി എന്ന് പറയുമ്പോഴത്തേക്ക് മുടി നമുക്കറിയാം. മുടി എന്ന വാക്കിൻ്റെ അർത്ഥം കിരീടമെന്നും ശിഖരമെന്നും ഒക്കെ ഉണ്ട്. അപ്പോൾ മുടിയെന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. പക്ഷേ നരച്ച മുടി എന്ന് പറഞ്ഞാൽ അത് തലയുടെ മുടി തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നരച്ച എന്നൊരു വാക്ക് കൂടെ ചേർന്നതുകൊണ്ട് ആ മുടിക്ക് കൃത്യമായൊരു അർത്ഥമുണ്ടായെന്ന് മനസ്സിലാക്കണം. ഇനി ലക്ഷണ വ്യാപാരത്തിനെ പറ്റിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലക്ഷണ വ്യാപാരത്തിൽ ശബ്ദം ലക്ഷകവും അർത്ഥം ലക്ഷ്യവുമാണ്. അതായത് മുഖ്യാർത്ഥത്തിൻ്റെ പിൻബലത്തോടെ മുഖ്യാർത്ഥത്തിലില്ലാതെ അല്ലെങ്കിൽ അല്ലാതെ പദങ്ങൾക്കുണ്ടാകുന്ന ലാക്ഷണിക അർത്ഥത്തിനെയാണ് നമ്മൾ ലക്ഷണ വ്യാപാരം എന്ന് പറയുന്നത്. മുഖ്യാർത്ഥത്തിൻ്റെ പിൻബലം ഉണ്ടായിരിക്കും, പക്ഷെ മുഖ്യാർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നത്. അങ്ങനെ പദങ്ങൾക്കുണ്ടാകുന്ന ലാക്ഷണിക അർത്ഥത്തിനെയാണ് നമ്മൾ പൊതുവെ ലക്ഷണ വ്യാപാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ലാക്ഷണിക അർത്ഥം വരുന്നത് ഒന്നുകിൽ പ്രസിദ്ധി പ്രമാണിച്ചാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഫലം ഉദ്ദേശിച്ചാണ്, അല്ലെങ്കിൽ വാച്യാർത്ഥത്തിന് വിഘാതം സംഭവിക്കുമ്പോഴാണെന്ന് പറയാം. അപ്പോൾ ഈ ലക്ഷണയുടെ ആവശ്യം വരുന്നത് എപ്പോഴൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. അത് ഒന്നുകിൽ പ്രസിദ്ധമായ ഒരു അർത്ഥം വച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഫലം ഉദ്ദേശിച്ച് ആ അർത്ഥം ഗ്രാഹ്യം നടക്കണം എന്ന രീതിയിലുള്ള ഒരു ഫലം ഉദ്ദേശിച്ചോ, അല്ലെങ്കിൽ വാച്യാർത്ഥത്തിന് വിഘാതം സംഭവിക്കുമ്പോഴോ ഇങ്ങനെ സംഭവിക്കാം. ഉദാഹരണമായി നമുക്ക് ഒരു വാക്ക് പറയാം, ഒരു പദം പറയാം. പൂ പുഞ്ചിരിച്ചു എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. പൂ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാം, പുഞ്ചിരിക്കുക എന്നറിയപ്പെടുന്ന അതിൻ്റെ വാച്യാർത്ഥവും അറിയാം. പക്ഷെ നമുക്ക് പൂ പുഞ്ചിരിച്ചു എന്നുവെച്ചാൽ ഉദ്ദേശിക്കുന്ന ലാക്ഷണിക അർത്ഥം അത് പൂ വിരിഞ്ഞു എന്നാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവിടെ വാച്യാർത്ഥത്തിന് വിഘാതം സംഭവിക്കുന്നുണ്ട്. അവിടെ ലാക്ഷണികാർത്ഥമാണ് എടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു പദം കണ്ണിണ കൊണ്ട് കടുക് വറുക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കണ്ണിണയും നമുക്കറിയാം, കടുക് വറുക്കുക അറിയാം. പക്ഷേ അത് കണ്ണിണ കൊണ്ട് കടുക് വറുക്കുക എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അത് കടാക്ഷിക്കുക എന്ന് തന്നെയാണെന്ന് നമുക്ക് ലാക്ഷണികാർത്ഥം നമുക്ക് മനസ്സിലാവും. ഇനി ലക്ഷണഹേതുക്കൾ 2 തരത്തിലുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ, അതായത് മുഖ്യാർത്ഥത്തിന് വിഘാതം വരിക എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പ്രസിദ്ധി പ്രമാണിച്ചെന്ന് പറഞ്ഞു. അതിനെ ആസ്പദമാക്കി ലക്ഷണഹേതുക്കൾ 2 തരത്തിലുണ്ട്. അതിലൊന്ന് താൽപ്പര്യ അനുപപത്തി, രണ്ടാമത്തത് അന്വയ അനുപപത്തി. ലക്ഷണഹേതുക്കൾ എന്നറിയപ്പെടുന്ന 2 കാര്യങ്ങൾ: താൽപ്പര്യ അനുപപത്തി,
രണ്ടാമത്തത് അന്വയ അനുപപത്തി. അപ്പോൾ അതിൽ താല്പര്യ അനുപപത്തി എന്താണെന്ന് ചോദിച്ചാൽ, ശബ്ദാർത്ഥത്തിൽ നിന്ന് വക്താവിൻ്റെ താല്പര്യം ഗ്രഹിക്കാൻ നിവർത്തിയില്ലെങ്കിൽ അവിടെ താല്പര്യ അനുപപത്തി എന്ന ലക്ഷണഹേതു വരും. ഉദാഹരണത്തിന് പാരന്യ വിണ്ണേറുവാൻ പാത കാണിക്കും കുരിശിയെ ജയിക്കുക എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് പാരന്യ വിണ്ണേറുവാൻ പാത കാണിക്കും കുരിശിയെ ജയിക്കുക, എന്നാൽ അത് മനുഷ്യരാശിയെ സ്വർഗത്തിലേക്ക് വഴികാട്ടുക എന്നാണ് അവിടുത്തെ താല്പര്യാനുപപത്തി. രണ്ടാമത്തെ അന്വയ അനുപപത്തിയുടെ പ്രത്യേകത, വാക്യത്തിനുള്ളിൽ മറ്റു പദങ്ങളുടെ അർത്ഥത്തോട് മുഖ്യാർത്ഥം അന്വയിക്കാതെ വരുമ്പോൾ നമുക്ക് അന്വയ അനുപപത്തി വരാം. ഉദാഹരണമായി നെല്ല് വെയിലത്തിട്ടിട്ട് കാക്കയെ നോക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് കാക്കയെ മാത്രം നോക്കിയാൽ പോരാ, അവിടെ മറ്റ് ജീവികളെ നോക്കണം, അവിടെ നെല്ലിനെയാണ് സംരക്ഷിക്കേണ്ടതെന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കിയെടുക്കണം, ലാക്ഷണികാർത്ഥത്തിൽ മനസ്സിലാക്കിയെടുക്കണം. ഇനി ലക്ഷണയുടെ വകഭേദങ്ങൾ, പലതരത്തിലുള്ള വിഭജനം നമുക്കുണ്ട്. അപ്പോൾ അതിൽ ഒരു തരം ഇങ്ങനെയാണ്. അതിലൊന്ന് നിരൂഢ ലക്ഷണ, രണ്ട് പ്രയോജനവധി ലക്ഷണ. ലക്ഷണയുടെ വകഭേദങ്ങൾ നോക്കുന്ന സമയത്ത് പലതരത്തിലുള്ള വിഭജനങ്ങളുണ്ട്. അതിൽ ഒരു തരം ഇങ്ങനെയാണ്, ലക്ഷണഭേദങ്ങൾ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. നിരൂഢ ലക്ഷണയും മറ്റൊന്ന് പ്രയോജനവധി ലക്ഷണയും. അതിൽ നിരൂഢ ലക്ഷണ എന്താണെന്ന് ചോദിച്ചാൽ, മുഖ്യാർത്ഥം വെടിഞ്ഞ് പരമ്പരയായി മറ്റൊരർത്ഥം തരുന്നു. പരമ്പരാഗതമായി ഇപ്പോൾ പുതിയൊരർത്ഥത്തിലാണ് ആ പദം ഉപയോഗിക്കുന്നത്. ഉദാഹരണമായി നമുക്ക് നിരൂഢ ലക്ഷണയ്ക്ക് ഉദാഹരണമായി നമുക്ക് കുംഭകോണം എന്നൊരു വാക്ക് പറയാം. കുംഭകോണം എന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്നുള്ളത്, ശരിക്കും പറഞ്ഞാൽ അതൊരു തമിഴ്നാട്ടിലെ ഒരു സ്ഥലമാണെന്ന് നമുക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുംഭകോണം എന്നൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഴിമതിയാണ്. അപ്പോൾ കുംഭകോണത്തിൻ്റെ രൂഢമായ അർത്ഥം ശരിക്കും ഒരു സ്ഥലമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ലക്ഷണാർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്, അഴിമതി എന്ന അതിന് പകരമാണ്. ഇനി പ്രയോജനവധി ലക്ഷണ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും പ്രയോജനത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന അതിനെയാണ് പ്രയോജനവധി ലക്ഷണം എന്ന് പറയുന്നത്. ഇത് രണ്ട് വിധത്തിലുണ്ട്, ഗൗണീ ലക്ഷണയും ശുദ്ധ ലക്ഷണയും. ഗൗണീ ലക്ഷണയുടെ പ്രത്യേകത, സാദൃശ്യ സംബന്ധത്തെ ആധാരമാക്കി അന്യാർത്ഥം സ്വീകരിക്കേണ്ട അടുത്ത് പ്രവർത്തിക്കുന്ന വൃത്തിയാണ്. സാദൃശ്യ സംബന്ധത്തെ ആധാരമാക്കി അന്യാർത്ഥം സ്വീകരിക്കേണ്ടി വരുന്നു. ഉദാഹരണം, വർക്കല ക്ഷേത്രം കടലിലാണ് എന്ന് ഒരു വാക്കുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാം. ഇനി രണ്ടാമതൊരു എണ്ണം പ്രയോജനവധി ലക്ഷണ, രണ്ടാമതൊരു വിഭാഗം ശുദ്ധലക്ഷണയാണ്. സാദൃശ്യേതര സംബന്ധങ്ങൾ മുഖേന അന്യാർത്ഥം ഗ്രഹിക്കേണ്ട പ്രവർത്തിക്കുന്ന ലക്ഷണയാണ്. സാദൃശ്യ സംബന്ധത്തെ ആധാരമാക്കിയാണെങ്കിൽ അത് ഗൗണീ ലക്ഷണയാണെങ്കിൽ, സാദൃശ്യേതര സംബന്ധങ്ങൾ മുഖേന അന്യാർത്ഥം ഗ്രഹിക്കേണ്ടി വന്നാൽ അത് ശുദ്ധ ലക്ഷണയാണെന്ന് നമുക്ക് പറയാം. ഉദാഹരണം, നാട് മുഴുവൻ ഉറങ്ങി എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഉറങ്ങിയെന്നല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നു, ലാക്ഷണിക അർത്ഥം അനുസരിച്ച് മനസ്സിലാവും. അപ്പോൾ ഇത്രയും പറഞ്ഞ ലക്ഷണയുടെ ഭേദങ്ങൾ ഒന്നുകൂടെ, ലക്ഷണാഭേദങ്ങൾ നമുക്ക് രണ്ട് തരത്തിലുണ്ടെന്ന് പറയാം. അത് പലതരത്തിലുള്ള വർഗീകരണമുണ്ട്. അതിലിവിടെ പറയുന്ന വർഗീകരണം അനുസരിച്ച് രണ്ട് തരത്തിലുണ്ട്, നിരൂഢ ലക്ഷണയെന്നും പ്രയോജനവധി ലക്ഷണയെന്നും. നിരൂഢ ലക്ഷണയുടെ പ്രത്യേകത, മുഖ്യാർത്ഥം വെടിഞ്ഞ് പുതിയതായി ഒരർത്ഥം നമുക്ക് പരമ്പരാഗതമായി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണം, കുംഭകോണം. പ്രയോജനവധി ലക്ഷണയുടെ പ്രത്യേകത, അത് രണ്ട് തരത്തിലുണ്ട്, ഗൗണീ ലക്ഷണയും ശുദ്ധലക്ഷണയും. സാദൃശ്യ സംബന്ധത്തെ ആധാരമാക്കിയാണ് അന്യാർത്ഥം സ്വീകരിക്കേണ്ടി വന്നാൽ അത് ഗൗണീ ലക്ഷണയും, സാദൃശ്യേതര സംബന്ധങ്ങൾ മുഖേനയാണ് അന്യാർത്ഥം സ്വീകരിക്കേണ്ടി വന്നാൽ അത് ശുദ്ധലക്ഷണയുമാണ്. ഗൗണീ ലക്ഷണയ്ക്ക് ഉദാഹരണമായി വർക്കല ക്ഷേത്രം കടലിലാണെന്നൊരു ഉദാഹരണം പറയാം. ശുദ്ധലക്ഷണയ്ക്കാണെങ്കിൽ നാട് മുഴുവൻ ഉറങ്ങി എന്ന് പറയുന്ന ഒരു ഉദാഹരണം പറയാം. ഇനി പലതരത്തിലുള്ള വർഗീകരണം വേറെയുണ്ട്. വേറൊരു വർഗീകരണ രീതി അനുസരിച്ച് സാദൃശ്യ ലക്ഷണ, സാരോപ ലക്ഷണ, സാധ്യവസായ ലക്ഷണ എന്ന് പറയുന്ന മൂന്ന് വർഗീകരണ ശ്രമങ്ങളും ഉണ്ട്. അതിൽ സാദൃശ്യ ലക്ഷണയാണെങ്കിൽ സംബന്ധം സാദൃശ്യമായിരിക്കുന്നതാണ്. അതിനൊരു ഉദാഹരണമായിട്ട് അവനൊരു കഴുതയാണ് എന്നൊരു വാക്ക് പറയാം. സാരോപ ലക്ഷണ, ഒന്നിൻ്റെ ധർമ്മം മറ്റൊന്നിൽ ആരോപിക്കുന്നത്. ഉദാഹരണം, സംസാര സാഗരം, ഒന്നിൻ്റെ ധർമ്മം മറ്റൊന്നിൽ ആരോപിക്കുന്നത്. ഇനി സാധ്യവസായ ലക്ഷണ, സാധർമ്മ്യാതിരേകത്താൽ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവായി തീർത്തും സങ്കല്പിക്കുന്നതാണ് സാധ്യവസായ ലക്ഷണം. സാധർമ്മ്യാതിരേകത്താൽ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവായി തീർത്തും സങ്കല്പിക്കുന്നതാണ് സാധ്യവസായ ലക്ഷണം. ഉദാഹരണത്തിന്, കണ്ണുകൾക്ക് സരോജയുഗളം എന്ന് പറയാം, കടാക്ഷങ്ങൾക്ക് കരങ്ങൾ എന്നതൊക്കെ അതിന് ഉദാഹരണമായി പറയാം. അപ്പോൾ രണ്ടാമതൊരു വർഗീകരണ രീതി അനുസരിച്ച് മൂന്ന് തരത്തിലുണ്ട്, സാദൃശ്യ ലക്ഷണ, സാരോപ ലക്ഷണ, സാധ്യവസായ ലക്ഷണ. അതിൽ സാദൃശ്യ ലക്ഷണയാണെങ്കിൽ സംബന്ധം സാദൃശ്യമായിരിക്കുക, സാരോപ ലക്ഷണയാണെങ്കിൽ ഒന്നിൻ്റെ ധർമ്മം മറ്റൊന്നിൽ ആരോപിക്കുക. ഉദാഹരണം, സംസാര സാഗരം. സാധ്യവസായ ആണെങ്കിൽ സാധർമ്മ്യ അതിരേകത്താൽ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവായി തീർത്തും സങ്കല്പിക്കുന്നതാണ് സാധ്യവസായ ലക്ഷണ. ഉദാഹരണം, കണ്ണുകൾക്ക് സരോജ യുഗളം എന്നുള്ളത് അതിന് ഉദാഹരണമായി പറയാം. ഇനി വ്യഞ്ജന വ്യാപാരത്തെപ്പറ്റി സംസാരിക്കാം. അപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യഞ്ജന വ്യാപാരത്തിൻ്റെ ശബ്ദം വ്യഞ്ജകമാണ്, അർത്ഥം വ്യംഗ്യമാണ് എന്ന് നമുക്കറിയാം.
അഭിധ ലക്ഷണ ബാഹ്യമായ വൃത്തിയാണ് വ്യഞ്ജന. വാച്യലക്ഷാർത്ഥങ്ങളിൽ നിന്ന് ഭിന്നമായ മറ്റൊരർത്ഥം ബോധിപ്പിക്കാനാണ് ഇത് ഉപകരിക്കുന്നത്. അഭിധ ലക്ഷണങ്ങൾ ശബ്ദനിഷ്ഠ വൃത്തികളാണ്. പക്ഷേ വ്യഞ്ജന ശബ്ദത്തിലും അർത്ഥത്തിലും പ്രകാരഭേദങ്ങളുള്ളവയാണ്. ഇനി വ്യഞ്ജനയുടെ ഭേദങ്ങൾ നമുക്ക് പ്രധാനമായും 2 തരത്തിലുണ്ടെന്ന് പറയാം. അപ്പോൾ പലതരത്തിലുള്ള വർഗീകരണം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് അതിൻ്റെ വർഗീകരണ ശ്രമം ഇങ്ങനെയാണ്. അതിലൊന്നാമത്തത് ശാബ്ദീ വ്യഞ്ജനയെന്നും രണ്ടാമത്തെ ആർത്ഥീ വ്യഞ്ജനയെന്നും പറയാം. അപ്പോൾ വ്യഞ്ജനാഭേദങ്ങൾ 2 തരത്തിൽ, ശാബ്ദീ വ്യഞ്ജനയെന്നും ആർത്ഥീ വ്യഞ്ജനയെന്നും. അതിൽ ശാബ്ദീ വ്യഞ്ജനയുടെ പ്രത്യേകത അത് 2 തരത്തിലുണ്ട്. അത് അഭിധാമൂല വ്യഞ്ജനയെന്നും ലക്ഷണാമൂല വ്യഞ്ജനയെന്നും 2ആയി തരംതിരിക്കാം. അപ്പോൾ വ്യഞ്ജനാഭേദങ്ങൾ 2 തരത്തിലുണ്ട്, ശാബ്ദീ വ്യഞ്ജനയെന്നും ആർത്ഥീ വ്യഞ്ജനയെന്നും. അതിൽ ശാബ്ദീ വ്യഞ്ജന വീണ്ടും 2ആയി തരംതിരിക്കാം, അഭിധാമൂല വ്യഞ്ജനയെന്നും ലക്ഷണാമൂല വ്യഞ്ജനയെന്നും പറയാം. അതിൽ അഭിധാമൂല വ്യഞ്ജനയുടെ പ്രത്യേകത ഒന്നിലധികം അർത്ഥങ്ങളുള്ള ശബ്ദങ്ങളിൽ അഭിധ കാരണം നേരത്തെ നിശ്ചയിക്കപ്പെട്ട അർത്ഥത്തിന് പകരം മറ്റൊരർത്ഥം ബോധിപ്പിക്കുന്ന വൃത്തിവിശേഷത്തിനെയാണ് അഭിധാമൂല വ്യഞ്ജനം എന്ന് പറയുന്നത്. ഒന്നിലധികം അർത്ഥങ്ങളുള്ള ശബ്ദങ്ങളിൽ അഭിധ കാരണം നേരത്തെ നിശ്ചയിക്കപ്പെട്ട അർത്ഥമുണ്ട്, ആ അർത്ഥത്തിന് പകരം മറ്റൊരർത്ഥം വ്യംഗ്യിപ്പിക്കുന്നു അല്ലെങ്കിൽ വ്യംഗ്യമായി ബോധിപ്പിക്കുന്ന വൃത്തിവിശേഷത്തിനെയാണ് അഭിധാമൂല വ്യഞ്ജന എന്ന് പറയുന്നത്. ഒരു ചെറിയ സംഭാഷണം മനസ്സിലാക്കിയാൽ, ഒരാൾ പരിഹാസപൂർവ്വം മറ്റൊരാളോട് പറയുന്നു, മുമ്പ് ഇവിടെ കടിക്കുന്ന ഒരു പട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറേ വാച്യാർത്ഥങ്ങളൊക്കെ എവിടെയുണ്ട്, അല്ലെങ്കിൽ അഭിധയുടെ ചില അർത്ഥങ്ങളുണ്ട്. അപ്പോൾ അതിനെ വ്യംഗ്യമായി തന്നെ മറ്റൊരാൾ ആ പട്ടിയെ ഒരു സിംഹം കടിച്ചു കൊന്നു എന്ന് പറയുന്ന സമയത്ത് ഇതിനകത്ത് വാച്യാർത്ഥങ്ങളൊക്കെ നമുക്കറിയാം. പട്ടിയെന്നും സിംഹമെന്നും കടിച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞാൽ അറിയാം. പക്ഷേ ഇവിടെ 2 പേർ തമ്മിലുള്ള ആ സംഭാഷണത്തിൽ പരിഹാസത്തിൻ്റെ ചില വ്യംഗ്യമുണ്ട്, അതിൻ്റെ അപ്രമാദിത്വത്തിൻ്റെ ചില വ്യംഗ്യമുണ്ടെന്ന് നമുക്ക് ആ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ലക്ഷണാമൂല വ്യഞ്ജനയുടെ പ്രത്യേകത ലക്ഷണം കൊണ്ട് അർത്ഥഗ്രാഹ്യം ഉണ്ടായതിനു ശേഷവും അതിൽ നിന്ന് വ്യത്യസ്തമായ വിശേഷാർത്ഥങ്ങൾ അല്ലെങ്കിൽ വ്യംഗ്യാർത്ഥങ്ങൾ സ്ഫുരിക്കുന്ന വൃത്തിയാണ് നമ്മൾ ലക്ഷണാമൂല വ്യഞ്ജന എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കാശി തീരം ഗംഗയിലാകുന്നു എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അവിടെ ലക്ഷണയും വ്യഞ്ജനയും അഭിധയും ലക്ഷണയും പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും അവിടെ ഒരു കാശിയുടെ ഒരു പാവനത്വത്തെ പറ്റിയൊക്കെ വ്യംഗ്യമായി അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്നു. ഇനി അടുത്ത ആർത്ഥി വ്യഞ്ജനയുടെ പ്രത്യേകത അവിടെ വക്താവ്, ശ്രോതാവ്, വാച്യം മുതലായവയുടെ സാമർഥ്യത്താൽ ഉണ്ടാകുന്ന വൃത്തിയാണ് ആർത്ഥി വ്യഞ്ജന എന്ന് പറയുന്നത്. വക്താവ്, ശ്രോതാവ്, വാച്യം മുതലായവയുടെ സാമർഥ്യത്തിൽ ഉണ്ടാകുന്ന വൃത്തിയാണ് ആർത്ഥി വ്യഞ്ജന എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമായി നമ്മൾ ഒരു ശ്ലോകമാണ് ഇവിടെ പറയുന്നത്. ക്ഷണം ഇമകളിൽ നിന്ന് തല്ലി ചുണ്ടിൽ കുളിർമുലമേലർത്ഥ വീണുടൻ തകർന്നു വലികൾ ഇടറി ചിരേണ നാഭി ചുഴിയിലിറങ്ങി നവീന വർഷബിന്ദു എന്ന് പറയുന്ന ഒരു ഉദാഹരണം. അപ്പോൾ അത് ക്ഷണം ഇമകളിൽ നിന്ന് തല്ലി ചുണ്ടിൽ കുളിർമുലമേലാത്ത വീണുടൻ തകർന്നു വലികൾ ഇടറി ചിരേണ നാഭി ചുഴിയിലിറങ്ങി നവീന വർഷബിന്ദു എന്ന് ആ പദ്യം കാവ്യം നമ്മൾ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കവിത നമ്മൾ കേൾക്കുന്ന സമയത്ത് അത് ലക്ഷ്യാർത്ഥത്തിൽ നമുക്കതിനകത്ത് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം പാർവതിയുടെ തപസ്സിൻ്റെ വർണ്ണനയാണ് എന്ന് പൊതുവേ പറയാം. പക്ഷെ അതിനുശേഷം ഒരു വെള്ളത്തുള്ളിയുടെ ഗതി അതിനകത്ത് വരുന്നുണ്ട്, അത് വാച്യാർത്ഥമായി തന്നെ വരുന്നുണ്ട്. ഇനി ധ്യാനോചിതമായ നിൽപ്പ്, പാർവതി അത്ര ധ്യാനിച്ചാണ് നിൽക്കുന്നതെന്ന് പറയുന്നൊരു വ്യംഗ്യാർത്ഥമുണ്ട് അതിനകത്ത്. ഇനി വർഷാരംഭത്തിലും തപസ് തുടരുന്നു എന്ന് പറയുന്ന വ്യംഗ്യത്തിൽ നിന്ന് വരുന്ന മറ്റൊരു വ്യംഗ്യം അതിനകത്തുണ്ട്. ഇനി പാർവതിയുടെ സൗന്ദര്യ വർണ്ണനയും കൂടെ അതിനകത്ത് ഉദ്ദേശിക്കുന്ന അത് 4മതൊരർത്ഥം നമുക്ക് കൽപ്പിക്കാം. അങ്ങനെ പല രീതിയിൽ വാച്യാർത്ഥവും വ്യംഗ്യാർത്ഥവും പിന്നെ വ്യംഗ്യത്തിൽ നിന്ന് വീണ്ടും വ്യംഗ്യമൊക്കെ നമുക്കിതുപോലെ ആ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൊതുവെ സംസാരിച്ചാൽ വ്യഞ്ജന വ്യാപാരം 2 തരത്തിലുണ്ടെന്ന് പറയാം. പലതരത്തിലുള്ള വർഗീകരണങ്ങളുണ്ട്. ഇവിടെ പറയുന്നത് ഇതാണ്: ശാബ്ദീ വ്യഞ്ജനയും ആർത്ഥി വ്യഞ്ജനയും. ശാബ്ദീ വ്യഞ്ജനയുടെ പ്രത്യേകത അത് 2 തരത്തിൽ വീണ്ടുമുണ്ട്, അഭിധാമൂല വ്യഞ്ജനയെന്നും ലക്ഷണാമൂല വ്യഞ്ജനയെന്നും നമുക്ക് പറയാം. അപ്പോൾ പൊതുവെ സംസാരിച്ചാൽ നമുക്ക് ശബ്ദശക്തി അല്ലെങ്കിൽ ശബ്ദവ്യാപാരം നമുക്ക് 3 തരത്തിലുണ്ടെന്ന് പറയാം: അഭിധ എന്നും ലക്ഷണ എന്നും വ്യഞ്ജന എന്നും. അതിൽ അഭിധയെ നമുക്ക് 4 തരത്തിലുണ്ട്: രൂഢി, യൗകികം, യോഗരൂഢി, യൗകിക രൂഢി. ലക്ഷണ പലതരം വർഗീകരണങ്ങളുണ്ട്. അതിൽ 1ാമത്തെ വർഗീകരണ രീതി അനുസരിച്ച് നിരൂഢ ലക്ഷണയെന്നും പ്രയോജനവധി ലക്ഷണയെന്നും പറയാം. അതിൽ പ്രയോജനവധി ലക്ഷണ വീണ്ടും 2 തരത്തിലുണ്ട്: ഗൗണീ ലക്ഷണയും ശുദ്ധ ലക്ഷണയും. ഇനി മറ്റൊരു വർഗീകരണ രീതി അനുസരിച്ച് സാദൃശ്യ ലക്ഷണ, സാരോപ ലക്ഷണ, സാധ്യവസായ ലക്ഷണ, അങ്ങനെ നമുക്ക് വർഗീകരിക്കാം. ഇനിയും വേറെ ഒരുപാട് വർഗീകരണ രീതികളുണ്ട്. തൽക്കാലം ഇവിടെ ഇത് പറയുന്നേ ഉള്ളൂ. ഇനി വ്യഞ്ജനയുടെ വർഗീകരണ രീതി അനുസരിച്ച് 2 തരത്തിലുള്ള വ്യഞ്ജനയുണ്ട്: ശാബ്ദീ വ്യഞ്ജനയെന്നും ആർത്ഥി വ്യഞ്ജനയെന്നും. ഇനി ശാബ്ദീ വ്യഞ്ജന 2 തരത്തിലുണ്ട്: അഭിധാമൂല വ്യഞ്ജനയെന്നും ലക്ഷണാമൂല വ്യഞ്ജനയെന്നും നമുക്കതിനകത്ത് പറയാം.